വെൽക്കം ടു ട്രേഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നുണ്ട്. ആദ്യമായിട്ട് മാർക്ക് ചെയ്തിടുന്നത് ഒരു സപ്പോർട്ട് ഏരിയ ആണ്. ഈ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്ക് ചെയ്തിടുന്നത് റെസിസ്റ്റൻസ് ഏരിയ ആണ്. ഒരു ഓൾ ടൈം ഹൈയിലെ ഒരു റെസിസ്റ്റൻസ് ഏരിയനായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇന്നലെ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് വന്നിട്ട് മാർക്കറ്റ് ഒന്ന് കുറച്ചോട്ട് താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇന്ന് പ്രധാനപ്പെട്ട കുറച്ച് ന്യൂസുകൾ വരാനുള്ളതുണ്ട്. പ്രസിഡന്റ് ട്രംപിന്റെ ഒരു സ്പീച്ച് വരുന്നുണ്ട്. ഇന്ത്യൻ സമയം 7:40 മോർണിംഗിനാണ് വരുന്നത്. അതുപോലെ തന്നെ 6:45 PM ഇന്ത്യൻ സമയം ഈവനിങ്ങിൽ ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ 8:30 PM ISM സർവീസ് PMI വരുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 3 ന്യൂസുകൾ വരുന്നത്. അതിൽ പ്രസിഡന്റ് ട്രംപിന്റെ സ്പീച്ച് നടന്നതിന് ശേഷമാണ് എന്താണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. കാരണം സാധാരണ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. ഇനി നമുക്ക് ADP നോൺ ഫാം എംപ്ലോയ്മെന്റ് ചേഞ്ച് നോക്കാം. അതിന്റെ പ്രീവിയസ് എന്ന് പറയുന്നത് 183K ആണ്. ഫോർകാസ്റ്റ് എന്ന് പറയുന്നത് 141K ആണ്. വളരെ വലിയ വ്യത്യാസം കാണിക്കുന്നുണ്ട്. എന്തായാലും അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാളും നല്ലൊരു ഫിഗർ ഉണ്ടെങ്കിൽ കറൻസിക്ക് നന്നാവും എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രീവിയസ് തന്നെ വളരെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫോർകാസ്റ്റിന്റെ ജസ്റ്റ് മുകളിൽ ഉണ്ടായിട്ട് കാര്യമില്ല. അത്യാവശ്യം നല്ലൊരു ഫിഗർ തന്നെ വേണം, അല്ലെങ്കിൽ കറൻസിക്ക് ഫേവറബിൾ ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുപോലെ ISM സർവീസ് PMI നോക്കാം. ISM സർവീസ് PMI പ്രീവിയസ് വന്നിരിക്കുന്നത് 52.8 ആണ്. ഫോർകാസ്റ്റ് വന്നിരിക്കുന്നത് 52.5 ആണ്. അതിൽ ആക്ച്വൽ ഗ്രേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഇസ് ഗുഡ് ഫോർ കറൻസി എന്നാണ്. അതായത് ഫോർകാസ്റ്റിനേക്കാൾ മുകളിലൊരു ഫിഗർ ആണ് വേണ്ടതെന്നാണ്. ഇവിടെ നോക്കിയാൽ കാണാം, പ്രീവിയസിനേക്കാളും ചെറിയ ഫിഗർ ആണ് ഫോർകാസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഫോർകാസ്റ്റിന്റെ തൊട്ട് മുകളിൽ എന്തെങ്കിലും ഫിഗർ വന്നിട്ട് കാര്യമില്ല. വളരെ നല്ല ഒരു ഫിഗർ തന്നെ വേണം. അതെപ്പോഴും ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസ്. ഇനി നമുക്ക് വീണ്ടും ചാർട്ടിലോട്ട് പോവാം. 1 അവർ ടൈം ഫ്രെയിമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ഏരിയയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്പിൾ ടൈം ആ ഏരിയയിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഈ മാർക്കറ്റ് അവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ടുണ്ട്. ഇത്തവണയും മാർക്കറ്റ് അവിടെ വന്നതിന് ശേഷം ഒരു താഴോട്ടേക്ക് വലിയൊരു സപ്ലൈ നടന്നു. വീണ്ടും ഒരു റീടെസ്റ്റ് നടന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ, അതായത് ഇപ്പോൾ വരച്ചിരിക്കുന്ന ലൈൻ ബ്രേക്ക് ചെയ്ത് കുറച്ചുകൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വരാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇതിനൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിനൊന്ന് കളർ ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം, മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചതാണ്. നേരത്തെ വൺ ഡേയിൽ മാർക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എന്നിരുന്നാലും ആ ഒരു ഏരിയനെ ഇപ്പോൾ 1 അവറിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയയും അത്യാവശ്യം നല്ലൊരു സ്ട്രോങ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് 1 അവറിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്ത് താഴോട്ടേക്ക് വരികയാണെങ്കിൽ, അതായത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അവിടെ നിന്നൊരു എൻട്രി സാധ്യതയുണ്ട്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് നിന്നൊരു ഏരിയ ആണ്. അപ്പോൾ ഇവിടേക്ക് മാർക്കറ്റ് വരികയാണ്. വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടി, നമുക്കൊരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നൊരു ബൈ എൻട്രി ഉണ്ട്. അങ്ങനെ ഒരു ബൈ എൻട്രി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ ഒരു ഏരിയ വരെ, അതായത് നമ്മൾ നേരത്തെ വരച്ച റെസിസ്റ്റൻസ് ഏരിയ വരെ ഒരു ടാർഗറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇതാണ് ഒരു ബൈ എൻട്രി കാണുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞ് ഇവിടേക്ക് എത്തണമെന്നില്ല. ചിലപ്പോൾ മാർക്കറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങും. താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഇവിടുന്ന് തന്നെ ഒന്ന് മുകളിലോട്ട് കയറിപ്പോവും. മുകളിലോട്ട് കയറിപ്പോയി നല്ല സ്ട്രോങ് ആയിട്ട് കയറി പോകുന്നുണ്ടെങ്കിൽ വീണ്ടും ഈ റീടെസ്റ്റ്, ഈ ലൈനിലേക്ക് റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇതേ പാറ്റേണിൽ ഒരു ട്രേഡ് എടുക്കാം. പക്ഷെ അപ്പോൾ വെക്കേണ്ട ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആയിരിക്കണം. ഇവിടേക്ക് വെക്കേണ്ട, ഈ ഒരു ഹൈയിലേക്ക് വെച്ചിട്ട് ഒഴിഞ്ഞു പോരുക. ഇവിടെ നിന്ന് നല്ലൊരു ക്യാൻഡിൽ കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഒന്ന് മുകളിലോട്ട് പോവാം. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് 2 ചാൻസ് എന്ന് പറയുന്നത്.
ഇനി സെൽ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു ചെറിയൊരു സെല്ല് കാണുന്നുണ്ട്. ഈ ഒരു ലൈൻ ബ്രേക്ക് ചെയ്യാനുള്ള സെല്ല് കാണുന്നുണ്ട്. അങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇവിടം വരെ കിട്ടും. പക്ഷെ വളരെ ചെറിയൊരു സെല്ലാണ്. അപ്പോൾ അതൊന്ന് ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി ക്ലിയർ സെൽ എൻട്രി കിട്ടണമെങ്കിൽ ഈ ഏരിയയുടെ താഴോട്ടേക്ക് ഇറങ്ങണം. താഴോട്ടേക്ക് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ക്യാൻഡിലോട് കൂടി ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യണം. സസ്റ്റെയിൻ ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്ന് സസ്റ്റെയിൻ ചെയ്തിട്ട് പിന്നെ റീടെസ്റ്റ് വരുന്ന സമയത്ത് നമുക്കൊരു സെൽ എൻട്രി എടുക്കാം. അത് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ വരെ നമുക്ക് എടുക്കാം. ഇവിടെയും നേരത്തെ പറഞ്ഞ ഇതേ ഒരു സിനാരിയോ ഉണ്ട്. മാർക്കറ്റ് ഇവിടെ വന്ന് ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിൽക്കും. അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു സഡൻ ഒരു മൂവ്മെന്റ് തന്നു കഴിഞ്ഞിട്ട് ഒരു റീടെസ്റ്റിന് വേണ്ടിയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു എൻട്രി എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഏരിയ സപ്പോർട്ട് ഏരിയ വരെ നമുക്ക് ഒരു എൻട്രി എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സാധ്യതകൾ പറയുന്നത്. ഇതിന്റെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് വലിയൊരു ഇനി ഈ ഒരു ഏരിയയുടെ ഒക്കെ താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് വലിയൊരു വീഴ്ചയൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. തൽക്കാലം അതിന്റെ താഴോട്ടേക്ക് മാർക്ക് ചെയ്യുന്നില്ല. വന്നു കഴിഞ്ഞാൽ വലിയൊരു വരവ് താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതും കൂടി ഓർമ്മയിലിരിക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയുടെ മുകളിൽ അതെന്ന് വെച്ചാൽ ഓൾ ടൈം ഹൈ ആണ്. ഓൾ ടൈം ഹൈയുടെ മുകളിലേക്ക് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വലിയൊരു മൂവ്മെന്റ് അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ട്രേഡ് എടുക്കുന്ന ആളുകൾ ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്തതിനു ശേഷം അവിടേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.